കഴിഞ്ഞ ഏതാനും മാസങ്ങളായി അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും ഇന്ത്യൻ വാർത്താ ചാനലുകളിലും നിറഞ്ഞു നിൽക്കുന്ന പ്രധാന ചർച്ചാ വിഷയം അമേരിക്കയിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരുടെ നാടുകടത്തലാണ്. ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന്റെ കർശനമായ കുടിയേറ്റ നയങ്ങളും അതിർത്തി കടന്നെത്തുന്ന ഇന്ത്യക്കാർ നേരിടുന്ന വെല്ലുവിളികളും വലിയ ആശങ്കകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. എന്നാൽ വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ പരിശോധിച്ചാൽ ആരെയും അമ്പരപ്പിക്കുന്ന ചില വസ്തുതകൾ പുറത്തുവരും. ഇന്ത്യക്കാരെ ഏറ്റവും കൂടുതൽ നാട് കടത്തുന്നത് അമേരിക്കയല്ല, മറിച്ച് നമ്മുടെ പ്രിയപ്പെട്ട ഗൾഫ് രാജ്യമായ സൗദി അറേബ്യയാണ്. ഓരോ വർഷവും 10,000-കണക്കിന് ഇന്ത്യക്കാരെയാണ് സൗദിയിൽ നിന്ന് തിരിച്ചയക്കുന്നത്. ഇത് കേവലം ഒരു വാർത്തയല്ല, മറിച്ച് ആഗോള തൊഴിൽ വിപണിയിലെ മാറ്റങ്ങളുടെയും വിദേശ രാജ്യങ്ങളിലെ നിയമപരിഷ്കാരങ്ങളുടെയും പ്രതിഫലനമാണ്. സൗദി അറേബ്യയും അമേരിക്കയും ഇന്ത്യക്കാരെ തിരിച്ചയക്കുന്നതിന് പിന്നിലെ കാരണങ്ങൾ പരിശോധിച്ചാൽ വലിയ വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കും. അമേരിക്കയിൽ നിന്ന് നാടുകടത്തപ്പെടുന്നവരിൽ ഭൂരിഭാഗവും മെക്സിക്കൻ അതിർത്തി വഴിയോ മറ്റോ മതിയായ രേഖകളില്ലാതെ രാജ്യത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചവരാണ്. ഡങ്കി റൂട്ടുകൾ എന്ന് വിളിക്കപ്പെടുന്ന അപകടകരമായ വഴികളിലൂടെ സ്വപ്നഭൂമി തേടിപ്പോകുന്നവരാണ് ഇവർ. എന്നാൽ സൗദി അറേബ്യയുടെ കഥ തികച്ചും വ്യത്യസ്തമാണ്. ദശകങ്ങളായി ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർക്ക് തൊഴിൽ നൽകുന്ന രാജ്യമാണ് സൗദി. അവിടെ നിന്ന് പുറത്താക്കപ്പെടുന്നവർ മിക്കവാറും നിയമപരമായ വിസയിൽ രാജ്യത്തെത്തുകയും പിന്നീട് വിസ കാലാവധി കഴിയുകയോ അല്ലെങ്കിൽ തൊഴിൽ നിയമങ്ങൾ ലംഘിക്കുകയോ ചെയ്തവരാണ്. അതായത് ഒരു വശത്ത് അതിർത്തി കടന്നുള്ള നുഴഞ്ഞുകയറ്റമാണെങ്കിൽ മറുവശത്ത് നിയമപരമായ കരാറുകളുടെ ലംഘനമാണ് പ്രധാന വില്ലനാകുന്നത്. കണക്കുകളിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെന്നാൽ ഈ പ്രവണതയുടെ ഗൗരവം മനസ്സിലാവും. വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ വിവരങ്ങൾ പ്രകാരം 2021 മുതൽ 2025 വരെയുള്ള കാലയളവിൽ സൗദി അറേബ്യയിൽ നിന്നുള്ള നാടുകടത്തൽ നിരക്ക് ഏതാണ്ട് ഒരേ നിലവാരത്തിൽ തുടരുകയാണ്. 2021 887 ഇന്ത്യക്കാരെയാണ് സൗദി തിരിച്ചയച്ചത്. തൊട്ടടുത്ത വർഷം ഇത് 10,000 കടന്നു, അതായത് 10,277 പേരെ. 2023 11,488 പേരായി ഈ കണക്ക് വർദ്ധിച്ചു. 2024 25 ഈ പ്രവണതയ്ക്ക് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇതേ കാലയളവിൽ അമേരിക്ക തിരിച്ചയച്ച ഇന്ത്യക്കാരുടെ എണ്ണം 1000-ന് താഴെയായിരുന്നു എന്നത് ശ്രദ്ധേയമാണ്. 2025 അമേരിക്കയിലെ കണക്കുകൾ പ്രകാരം 3,414 വർദ്ധിച്ചെങ്കിലും സൗദി തിരിച്ചയച്ചത് 7,000-ലധികം പേരുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് പകുതിയിൽ താഴെ മാത്രമാണ്. ഈ കണക്കുകൾ വിരൽ ചൂണ്ടുന്നത് ഗൾഫ് രാജ്യങ്ങളിലെ കർശനമായ തൊഴിൽ നിയമങ്ങളിലേക്കും നിതാഖത്ത് പോലെയുള്ള സ്വദേശിവൽക്കരണ നടപടികളിലേക്കുമാണ്. സൗദി അറേബ്യയുടെ ഈ നടപടിക്ക് പിന്നിലെ പ്രധാന കാരണം രാജ്യത്തിൻ്റെ സാമ്പത്തിക പരിഷ്കാരങ്ങളാണ്. വിഷൻ 2030 എന്ന ബൃഹത് പദ്ധതിയുടെ ഭാഗമായി സൗദി ഭരണകൂടം തങ്ങളുടെ തൊഴിൽ വിപണിയിൽ സ്വദേശികൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകി വരികയാണ്. ഇതിൻ്റെ ഭാഗമായി സ്വകാര്യ മേഖലയിൽ നിശ്ചിത ശതമാനം സൗദി പൗരന്മാരെ നിയമിക്കണമെന്ന് നിർബന്ധിതമാക്കിയിട്ടുണ്ട്. പലപ്പോഴും ചെറുകിട സ്ഥാപനങ്ങൾക്ക് ഇത് പാലിക്കാൻ കഴിയാതെ വരികയും അത് വിദേശ തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടപ്പെടാൻ കാരണമാവുകയും ചെയ്യുന്നു. ഇതോടൊപ്പം തന്നെ വിസ കാലാവധി കഴിഞ്ഞും രാജ്യത്ത് തുടരുന്നവരെ കണ്ടെത്താനായി നടത്തുന്ന ശക്തമായ പരിശോധനകളും നാടുകടത്തുന്നവരുടെ എണ്ണം വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ട്. ഹജ്ജ്, ഉംറ തീർത്ഥാടനത്തിനെത്തി പിന്നീട് അവിടെ ജോലി തേടി മറഞ്ഞു നിൽക്കുന്നവരും ഈ പട്ടികയിൽ ഉൾപ്പെടുന്നു. മറ്റൊരു പ്രധാന വശമാണ് മലേഷ്യ, മ്യാൻമർ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള കണക്കുകൾ. കഴിഞ്ഞ 5 വർഷത്തിനിടെ മ്യാൻമർ 1,591 ഇന്ത്യക്കാരെയും മലേഷ്യ 1,485 പേരെയും പുറത്താക്കി. ബഹ്റൈൻ പോലെയുള്ള ചെറിയ രാജ്യങ്ങൾ പോലും 400-ലധികം ഇന്ത്യക്കാരെ തിരിച്ചയച്ചിട്ടുണ്ട്. ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ തങ്ങളുടെ കുടിയേറ്റ നിയമങ്ങൾ കൂടുതൽ കർശനമാക്കുന്നു എന്നതാണ്. തൊഴിൽ വിസകളിലെ കൃത്രിമത്വം, സ്പോൺസർമാരുടെ ചൂഷണം കാരണം ജോലി ഉപേക്ഷിച്ചു പോകുന്നവർ, ഒളിച്ചോട്ടം എന്നിവയെല്ലാം ഇന്ത്യക്കാരെ നാടുകടത്തലിലേക്ക് നയിക്കുന്നു. പലപ്പോഴും ഏജന്റുമാരുടെ ചതിക്കുഴിയിൽപ്പെട്ട് വിദേശത്ത് എത്തുന്ന പാവപ്പെട്ട തൊഴിലാളികളാണ് ഇതിൻ്റെ യഥാർത്ഥ ഇരകൾ. കയ്യിലുള്ളതെല്ലാം വിറ്റുപെറുക്കി വിമാനം കയറുന്നവർ ഒടുവിൽ നിയമലംഘകരായി മുദ്രകുത്തപ്പെട്ട് വെറും കൈയോടെ മടങ്ങി വരുന്നത് ഒരു വലിയ സാമൂഹിക പ്രശ്നമാണ്. US സാഹചര്യം വിശകലനം ചെയ്യുമ്പോൾ അത് കേവലം തൊഴിലന്വേഷണമല്ല, മറിച്ചൊരു രാഷ്ട്രീയ പ്രശ്നം കൂടിയാണെന്ന് ഓർക്കണം. അമേരിക്കൻ തിരഞ്ഞെടുപ്പ് പ്രസിഡന്റുകളിലെല്ലാം കുടിയേറ്റം ഒരു പ്രധാന ചർച്ചാ വിഷയമാണ്. അനധികൃതമായി രാജ്യത്തേക്ക് കടക്കുന്നവരെ തടയുക എന്നത് ഓരോ ഭരണകൂടത്തിൻ്റെയും അഭിമാന പ്രശ്നമാണ്. ഇന്ത്യയിൽ നിന്ന് പഞ്ചാബ്, ഹരിയാന, ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള യുവാക്കൾ ലക്ഷങ്ങൾ ഏജന്റുമാർക്ക് നൽകി വൻ അപകടങ്ങൾ തരണം ചെയ്താണ് US അതിർത്തിയിലെത്തുന്നത്. ഇവരെ പിടികൂടി പ്രത്യേകം വിമാനങ്ങളിൽ ഇന്ത്യയിലേക്ക് തിരിച്ചയക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. ഇത് സൗദിയിലെ നാടുകടത്തലിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. അമേരിക്കയിലേത് രാജ്യത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ സൗദിയിലേത് സാമ്പത്തികവും ഭരണപരവുമായ ക്രമീകരണങ്ങളുടെ ഭാഗമാണ്. നാടുകടത്തപ്പെടുന്ന പ്രവാസികളുടെ മാനസികവും സാമ്പത്തികവുമായ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മാത്രമേ ഈ കണക്കുകളുടെ യഥാർത്ഥ ആഘാതം നമുക്ക് മനസ്സിലാകൂ. ഒരു പ്രവാസി നാട്ടിലേക്ക് മടങ്ങുന്നത് വലിയ കടബാധ്യതകളുമായാണ്. വിദേശത്ത് പോയി പണം സമ്പാദിക്കാൻ കഴിയാതെ മടങ്ങേണ്ടി വരുന്നത് അവരിൽ വലിയ മാനസിക സമ്മർദ്ദമുണ്ടാക്കുന്നു.
പലപ്പോഴും ഇത്തരം നാടുകടത്തലുകൾക്ക് പിന്നിൽ തൊഴിലാളികളുടെ അറിവില്ലായ്മയും ഒരു കാരണമാണ്. വിസ പുതുക്കേണ്ട സമയം, പാസ്പോർട്ടിൻ്റെ കാലാവധി, തൊഴിൽ കരാറിലെ നിബന്ധനകൾ എന്നിവയെക്കുറിച്ച് പലർക്കും കൃത്യമായ ധാരണയില്ല. സ്പോൺസർമാരുടെ ചൂഷണത്തിന് ഇരയാകുന്നവർ സഹായത്തിനായി ഇന്ത്യൻ എംബസികളെ സമീപിക്കുന്നതിന് പകരം ഒളിച്ചോടാൻ ശ്രമിക്കുന്നത് സ്ഥിതി കൂടുതൽ വഷളാക്കുന്നു. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഈ കണക്കുകൾ പ്രവാസികൾക്കും വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും വലിയൊരു പാഠമാണ്. ഏത് രാജ്യത്തേക്ക് പോവുകയാണെങ്കിലും അവിടുത്തെ നിയമങ്ങൾ കൃത്യമായി പാലിക്കുക എന്നത് അത്യന്താപേക്ഷിതമാണ്. അനധികൃത മാർഗങ്ങളിലൂടെ വിദേശത്ത് എത്തുന്നവരും അവിടെ തുടരുന്നവരും വലിയ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിദേശത്തേക്ക് പോകുന്നവർക്കായി കൂടുതൽ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കേണ്ടതുണ്ട്. ഏജന്റുമാരുടെ ചതിക്കുഴികളെക്കുറിച്ചും നിയമപരമായ കുടിയേറ്റത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ജനങ്ങളെ ബോധവാന്മാരാക്കണം. നോർക്ക പോലെയുള്ള സ്ഥാപനങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ ഫലപ്രദമായ ഇടപെടലുകൾ നടത്തേണ്ടത് അത്യാവശ്യമാണ്. ചുരുക്കത്തിൽ അമേരിക്കയേക്കാൾ കൂടുതൽ ഇന്ത്യക്കാർക്ക് പുറത്തേക്കുള്ള വഴി കാണിക്കുന്നത് സൗദി അറേബ്യയാണ് എന്ന വസ്തുത ഗൾഫ് പ്രവാസത്തിൻ്റെ മാറുന്ന മുഖമാണ് സൂചിപ്പിക്കുന്നത്. ഒരു കാലത്ത് പ്രവാസികളുടെ സ്വർഗമായിരുന്ന ഗൾഫ് രാജ്യങ്ങൾ ഇന്ന് തങ്ങളുടെ പൗരന്മാരുടെ തൊഴിൽ സുരക്ഷയ്ക്ക് മുൻഗണന നൽകുന്നു. ഇത് തിരിച്ചറിഞ്ഞ് വേണം വരും തലമുറ തങ്ങളുടെ വിദേശ തൊഴിൽ സ്വപ്നങ്ങൾ നെയ്യാൻ. നിയമങ്ങൾ പാലിക്കുക, കൃത്യമായ രേഖകൾ കൈവശം വയ്ക്കുക, അംഗീകൃത ഏജൻസികൾ വഴി മാത്രം യാത്രകൾ ആസൂത്രണം ചെയ്യുക എന്നിവയാണ് നാടുകടത്തപ്പെടാതിരിക്കാനുള്ള ഏക പോംവഴി. ഈ കണക്കുകൾ വെറുമൊരു സംഖ്യയല്ല, മറിച്ച് പതിനായിരക്കണക്കിന് കുടുംബങ്ങളുടെ തകർന്ന സ്വപ്നങ്ങളുടെ കഥ കൂടിയാണ്. സുരക്ഷിതവും നിയമപരവുമായ കുടിയേറ്റം ഉറപ്പാക്കുക എന്നത് ഓരോ പ്രവാസിയുടെയും ഉത്തരവാദിത്തമാണ്. ഈ മാറ്റങ്ങളെ നാം ഗൗരവത്തോടെ കാണണം. വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന അമേരിക്കൻ നാടുകടത്തലേക്കാൾ വലിയൊരു നിശബ്ദ ദുരന്തം നമ്മുടെ ഗൾഫ് പ്രവാസികൾക്കിടയിൽ സംഭവിക്കുന്നുണ്ട്. അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും അവർക്ക് നിയമസഹായം നൽകാനും അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ ചർച്ചകൾ ഉണ്ടാകേണ്ടതുണ്ട്. പ്രവാസം എന്നത് ഒരു അതിജീവന പോരാട്ടമായി തുടരുമ്പോൾ ആ പോരാട്ടം നിയമത്തിൻ്റെ ചട്ടക്കൂടുകൾക്കുള്ളിൽ നിന്നാണെന്ന് ഉറപ്പാക്കാൻ എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണം. വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ട ഈ കണക്കുകൾ ഓരോ ഇന്ത്യക്കാരനും ഒരു മുന്നറിയിപ്പാണ്. നിയമം ലംഘിച്ചാൽ ലോകത്തിൻ്റെ ഏത് കോണിലായാലും ആനുകൂല്യങ്ങളൊന്നുമില്ലാതെ മടങ്ങേണ്ടി വരും. പ്രവാസം സ്വപ്നം കാണുന്നവർക്ക് ഈ അറിവൊരു സുരക്ഷാ കവചമാകട്ടെ. പ്രവാസികൾ അവിടുത്തെ പ്രാദേശിക നിയമങ്ങൾ മാനിക്കുക. ഒരു ചെറിയ പിഴവ് മതിയാകും നിങ്ങളുടെ വർഷങ്ങളുടെ കഷ്ടപ്പാട് പാഴാകാൻ.